അയ്യോ, ആ ദൈവദാസൻ പ്രാർത്ഥിക്കുമ്പോൾ എന്നാ ഒരു ദൈവ സാന്നിധ്യമാണ്. ആ അച്ഛൻ പ്രാർത്ഥിക്കുമ്പോൾ എന്നാ ഒരു അഭിഷേകമാണ്. അല്ലെങ്കിൽ ഇന്നയാള് അന്ന ഒരു കൃപയാണ് അവരുടെ മേലുള്ളത്. പരിശുദ്ധാത്മാരൂപിയുടെ ഭയങ്കര ശക്തിയാണ്, ദൈവാത്മാവിൻ്റെ ഭയങ്കര കൃപയാണ് അവർക്കുള്ളത്. ചിലരെക്കുറിച്ച് ഇങ്ങനെ പറയാറുണ്ട്, നിങ്ങൾക്ക് ഇങ്ങനൊരു അനുഭവം വേണം. നിങ്ങളുടെ മേൽ ദൈവത്തിൻ്റെ സാന്നിധ്യം തിങ്ങി നിറഞ്ഞു നിൽക്കുന്നൊരു തലത്തിൽ നിങ്ങളെ ആക്കാൻ യേശു ആഗ്രഹിക്കുന്നുണ്ട്. ദൈവത്തിന് അവിടെ എവിടെയും കുറേ മനുഷ്യരിങ്ങനെ ആകണമെന്നുള്ളതല്ല. സകല ജഡത്തിൻ്റെ മേൽ നിന്റെ ആത്മാവിനെ പകരുക. നിങ്ങളുടെ പുത്രന്മാരും പുത്രിമാരും പ്രവചിക്കുന്ന, നിങ്ങളുടെ യുവാക്കൾ ദർശനങ്ങൾ ദർശിക്കുന്ന, നിന്റെ ദാസന്മാരുടെ മേലും ദാസിമാരുടെ മേലും ആത്മവർഷമുണ്ടാകുന്ന, അവരും പ്രവചിക്കുന്ന, നമ്മുടെ വീട്ടിലെ വൃദ്ധരൊക്കെ സ്വപ്നങ്ങൾ കാണുന്ന ആ വലിയ പെന്തക്കോസ്ത അനുഭവത്തിൻ്റെ സന്തോഷമാണ് കർത്താവ് എല്ലാവരിലും ആഗ്രഹിക്കുന്നത്. പണ്ടൊരു മോശയ്ക്കോ എലിയാവിനോ ഒക്കെ മാത്രം അനുഭവവേദ്യമായിരുന്ന ഈ വലിയ അഭിഷേകം ഇന്ന് നിങ്ങൾക്ക് കരഗതമാക്കാൻ തക്ക വിധം യേശുവിൻ്റെ തിരുശരീരം ഭൂമിയെ അനുഗ്രഹിച്ചിരിക്കുകയാണ്. കാൽവറിയിലെ പരിശുദ്ധമായ നമ്മുടെ ദൈവകുഞ്ഞാടായ യേശുവിൻ്റെ തിരുരക്തത്തിൻ്റെ നനവ് നിങ്ങളുടെ മേൽ വരുന്നതോടെ വിട്ടൊഴിഞ്ഞു പോകാത്ത പരിശുദ്ധാത്മാധിനിവേശത്തിൻ്റെ കൂടായി മാറാൻ നിങ്ങൾക്ക് സാധിക്കും. ഇന്നത്തെ ഈ ഒരു അനുഗ്രഹീതമായ പ്രവചന ദൂത് ഒത്തിരി പേരെ ആത്മനിറവിലേക്ക്, ക്രിസ്തുബന്ധത്തിൻ്റെ ശക്തമായ തലത്തിലേക്ക് കൊണ്ടുപോകുന്നു. അപ്പോൾ തന്നെ ഇന്ന് ജീവിതത്തിൻ്റെ ഒത്തിരി ഭാരപ്പെടുത്തുന്ന വിഷയങ്ങൾക്ക് അതിഭയങ്കരമായ ഉത്തരങ്ങൾ ദൈവം നൽകുന്ന വിടുതലുകളും ഇതിനോടുകൂടെ സഞ്ചരിക്കുന്നു. ഒരു വശത്ത് ദൈവത്തിൻ്റെ അഭിഷേകം ഏറ്റെടുക്കാൻ, അതോടുകൂടെ വിടുതലുകൾ പ്രാപിച്ച് മുന്നോട്ടേക്ക് കയറാൻ, ഇത് രണ്ടും ഒരുപോലെ ആഗ്രഹിക്കുന്നവർക്ക് സ്വാഗതം. ഇന്നത്തെ പ്രവചന ദൂതിലേക്ക് കർത്താവ് നിങ്ങളെ വിളിക്കുന്നു. എല്ലാവർക്കും യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നേഹവന്ദനം. വിശുദ്ധ പുറപ്പാട് പുസ്തകത്തിൽ 33-ാം അധ്യായത്തിൽ എൻ്റെ സാന്നിധ്യം നിൻ്റെ കൂടെ പോരുമെന്ന് മോശയോട് ദൈവം പറഞ്ഞു. പക്ഷെ അതിനൊരു നിബന്ധന ദൈവം വെച്ചു. ആ നിബന്ധന വളരെ ഇൻട്രസ്റ്റിംഗ് ആണ്. ദൈവത്തിന് കൃപയുണ്ടെങ്കിലും ആ കൃപ ദൈവം എല്ലാവരോടും കാണിക്കാറില്ല. ദൈവത്തിന് കരുണയുണ്ടെങ്കിലും എല്ലാവരോടും കരുണ കാണിക്കാറില്ല. ദൈവത്തിൻ്റെ സാന്നിധ്യം എല്ലായിടത്തും ഉണ്ടെങ്കിലും എല്ലായിടത്തും അത് എല്ലാവരുടെ മുമ്പിലും വെളിപ്പെടുത്താറില്ല. നമ്മൾ ചിലരുടെ മുമ്പിലല്ലേ ഹൃദയം തുറക്കുകയുള്ളൂ, ചിലരുടെ മുമ്പിലല്ലേ നമുക്ക് വളരെ കാഷ്വലായിട്ട് ഇടപെടാൻ പറ്റത്തുള്ളൂ. ബാക്കി എല്ലായിടത്തും നമ്മൾ വളരെ ഫോർമാലിറ്റീസ് കീപ്പ് ചെയ്യുന്നവരല്ലേ. ആ കാഷ്വലായി നമ്മൾ ഇടപെടുന്നതിൻ്റെ കാരണം നമുക്ക് അവരുമായിട്ട് അങ്ങനെ ഒരു ബന്ധമായതുകൊണ്ടാണ്. ഇതേ സംഗതിയാണ് ദൈവ സാന്നിധ്യവുമായിട്ട് ബന്ധപ്പെട്ടുള്ളത്. തന്നോട് വളരെ ഹൃദയം തുറന്ന് ഇടപെടുന്ന ഒരാളുടെ മുമ്പിലാണ് ദൈവത്തിൻ്റെ സാന്നിധ്യം തീവ്രമായിട്ട് വെളിപ്പെടുന്നത്. അതുകൊണ്ട് ഇന്ന് എന്നെ കേൾക്കുന്ന നിങ്ങളോട് ഞാൻ പറയുന്നു, നിങ്ങൾ ദൈവ സാന്നിധ്യം അനുഭവിക്കുന്നെങ്കിൽ അതിൻ്റെ കീ ദൈവത്തിൻ്റെ ഹൃദയം പിടിച്ചു പറ്റുന്ന ഒരു ആത്മബന്ധം, ഒരു ഡീപ്പ് ഇൻറ്റിമസി സൃഷ്ടിക്കുക എന്നത് തന്നെയാണ്. പുറപ്പാടിൻ്റെ പുസ്തകം 33:19 ദൈവം പറഞ്ഞു, എനിക്ക് കൃപ തോന്നണമെന്നുള്ളവനോട് കൃപ തോന്നും, എനിക്ക് കരുണ തോന്നണമെന്നുള്ളവനോട് കരുണ തോന്നും. അപ്പം അത് കൃപ തോന്നിയാൽ, കരുണ തോന്നിയാലാണ് എൻ്റെ സാന്നിധ്യത്തെ ഞാൻ അയക്കുന്നത്. ഇതാണ് ദൈവത്തിൻ്റെ നിലപാട്. നമ്മളുടെ ജീവിതത്തിലെ പാപങ്ങൾ ദൈവത്തിൻ്റെ സാന്നിധ്യത്തെ നമ്മളിൽ നിന്നും അനുഭവിക്കുന്ന ആ ഒരു അവസ്ഥയിൽ നിന്ന് അത് നമ്മളെ ഒരു മറയിട്ട് മാറ്റി എന്നുള്ളതാണ്. എന്നാൽ കാൽവറി ക്രൂശിൽ യേശുക്രിസ്തുവിൻ്റെ പരമോന്നതമായ യാഗം നടക്കുമ്പോൾ, ആമേൻ, വിട്ടുപോകാത്ത സാന്നിധ്യം നമ്മുടെ മേൽ പുതുക്കുന്നൊരു സാഹചര്യത്തിലേക്ക് യേശുവിൻ്റെ മരണ പുനരുത്ഥാനങ്ങൾ നമ്മളെയും ദൈവത്തെയും ഒരുപോലെ കണക്ട് ചെയ്തു. ഇന്ന് ദൈവത്തിന് താൽക്കാലികമായ ഒരു ബന്ധം എന്നോട് സ്ഥാപിക്കാൻ പറ്റില്ല. എടുത്തു മാറ്റാൻ കഴിയുന്നൊരു നിലയിലുള്ളൊരു ആത്മപകർച്ചയല്ല ദൈവം നിൻ്റെ മേൽ തരുന്നത്. എന്നെ ഒരിക്കലും വിട്ടുപോകാൻ അനുവദിക്കാതെ തന്നിൽ നിലനിർത്തുന്ന ഒരു ആത്മസാന്നിധ്യത്തിൻ്റെ സ്നേഹബന്ധന അവസ്ഥയിലാണ് ദൈവം നമ്മളെ ഇന്ന് ആക്കിയേക്കുന്നത്. ഒരിക്കലും ആത്മാവിനെ ഞാൻ എടുക്കില്ല. ഈ ഒരു തലത്തിലാണ് ഇന്ന് ആത്മപകർച്ച. കൊട്ടാരമുള്ളപ്പോഴും സിംഹാസനമുള്ളപ്പോഴും ഒരു ജീവിതത്തിൻ്റെ മേലൊരു വീഴ്ച വന്നപ്പോൾ ദാവീദ് രാജാവ് ദൈവത്തോട് ഒറ്റ പ്രാർത്ഥനയെ പ്രാർത്ഥിച്ചു, അങ്ങയുടെ പരിശുദ്ധാത്മാവിനെ മാത്രം എന്നിൽ നിന്നും എടുക്കരുതേ. അതിൻ്റെ അർത്ഥം ആത്മാവ് വന്നതുകൊണ്ടാണ് രാജാവായത്. പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം തൻ്റെ മേൽ വന്നതുകൊണ്ടാണ് താൻ ജേതാവായത്.
അപ്പോൾ ഈ ആത്മാവാണ് എല്ലാ ദാനങ്ങളുടെയും ബേസ് എന്ന കാര്യം ദാവീദിന് നന്നായി തന്നെ അറിയാമായിരുന്നു. ആമേൻ, ഹല്ലേലൂയ. പാപം നമ്മുടെ ജീവിതത്തിൽ ദൈവസാന്നിധ്യത്തെ മറയ്ക്കുന്നു, അല്ലെങ്കിൽ അത് അനുഭവിക്കാൻ വയ്യാത്ത അവസ്ഥയുണ്ടാക്കുമ്പോൾ പാപത്തെ നീക്കിയ ദൈവത്തിൻ്റെ കൃപ ഏത് പാപിക്കും ദൈവത്തിൻ്റെ സാന്നിധ്യം അനുഭവിപ്പാൻ കഴിയുന്ന, ആ സാന്നിധ്യത്തിൽ ജീവിപ്പാൻ കഴിയുന്ന, ദൈവത്തെ അപ്പനായി പ്രിയപ്പെട്ട ഒരാളായി സ്നേഹിപ്പാൻ കഴിയുന്ന വിധത്തിൽ സാന്നിധ്യം ഒരു ബന്ധമാക്കി തന്നെ യേശു നമ്മുടെ മേൽ ഉറപ്പിച്ചു തന്നു എന്നുള്ളതാണ്. അതായത് ഒരു ഇൻഡിവിജ്വൽ പ്രസൻസ് നമ്മൾ ഇന്ന് എക്സ്പെക്റ്റ് ചെയ്യുമ്പോൾ, അത് എക്സ്പീരിയൻസ് ചെയ്യുമ്പോൾ, നമ്മളതിൻ്റെ ഗുണഭോക്താക്കളായി മാറുമ്പോൾ അത് കുറച്ച് നേരം കൊണ്ട് നമ്മളിൽ നിന്നും അത് അറ്റുപോകുന്നതല്ല. അത് കേവലം ഒരു ഒഫീഷ്യൽ പ്രസൻസായി വന്ന് മൂവ് ചെയ്ത് പോകാതെ നമ്മളുമായിട്ട് ക്ലോസ്ഡായി കണക്റ്റഡ് ആകുന്ന, ഡീപ്പായി നമ്മൾ ബന്ധിക്കപ്പെടുന്ന ഒരു അഭേദ്യ ബന്ധത്തിൻ്റെ ദിവ്യാനുഭവമായി ആ ദൈവസാന്നിധ്യം നമ്മുടെ മേൽ നിന്ന് യേശുവിൻ്റെ കാൽവറി മരണം മുഖാന്തരം നമ്മുടെ മേൽ രൂപപ്പെട്ടു എന്നുള്ളതാണ്. ആമേൻ. മോശയും ഇസ്രയേലും അബ്രഹാമുമെല്ലാം സഞ്ചരിക്കുന്ന ദൈവത്തിൻ്റെ സാന്നിധ്യത്തെ കണ്ടു. എന്നാൽ നമ്മൾ അത് കണ്ടവരല്ല. നമ്മൾ സഞ്ചരിക്കുന്ന സാന്നിധ്യം സഞ്ചരിച്ച് നമ്മളിൽ വന്ന് കുടിയേറിയിട്ട് അത് നമ്മളെ കൊണ്ടു നടക്കുന്നൊരു കാഴ്ചയാണ് ഇന്ന് നമ്മൾ കാണുന്നത്. ബൈബിൾ അത് പറയുന്നു, ന്യൂ ടെസ്റ്റ്മെൻ്റ് അത് പറയുന്നു. ദൈവത്തിൻ്റെ ആത്മാവാണ് ഇന്ന് നമ്മളെ നടത്തുന്നത്. ദൈവത്തിൻ്റെ ആത്മാവ് നടത്തുന്ന ഏവരും ദൈവത്തിൻ്റെ മക്കളാകുന്നു. ഞാൻ ആത്മനിറവിൽ നടക്കുന്നില്ലയോ എന്നതിനേക്കാൾ എന്നെ ആത്മാവ് എപ്പോഴും നടത്തുന്നു എന്ന യാഥാർത്ഥ്യത്തിലേക്ക് യേശു നമ്മളെ വളർത്തിയിരിക്കുകയാണ്. വിട്ടുമാറാത്ത ആത്മസ്നേഹിതൻ, വിട്ടുമാറാത്ത ആത്മസാന്നിധ്യം, വിട്ടുമാറാത്ത ദൈവകൃപ, ഈ ഒരു ബന്ധം യേശുവിൻ്റെ ക്രൂശ് മരണം നമുക്ക് സാധ്യമാക്കിയിരിക്കുകയാണ്. പണ്ടൊരു കമ്പാനിയനായിട്ടാണ് നമ്മുടെ കൂടെ ഹോളി സ്പിരിറ്റ് ഉണ്ടായിരുന്നതെങ്കിൽ ഇന്നൊരു കണ്ടെയ്നറായി മാറിയിരിക്കുകയാണ്. ആമേൻ. ഒപ്പം ഉണ്ടായിരുന്നെങ്കിൽ ഇന്ന് കുടികൊള്ളുന്നൊരവസ്ഥയിലേക്ക് നമ്മുടെ മേൽ വിട്ടുമാറാത്ത ആത്മബന്ധത്തിൻ്റെ തീവ്രമായ ഒരു അവസ്ഥ കൃപയാൽ സ്ഥാപിക്കപ്പെട്ടിരിക്കുന്നു. ആമേൻ. ദൈവം മോശയോട് പറഞ്ഞു, ഞാൻ നിനക്ക് സ്വസ്ഥത തരുമെന്ന് പറഞ്ഞു. ഈ സ്വസ്ഥത എന്ന് പറയുന്ന വാക്ക്, അല്ലെങ്കിൽ സമാധാനം എന്ന് പറയുന്ന വാക്ക് നമ്മളെ മാനസികമായിട്ട് അലട്ടുന്ന വിഷയങ്ങളിൽ നമ്മൾ ആഗ്രഹിക്കുന്നുണ്ട്, കുടുംബ ബന്ധത്തിൽ നമ്മൾ ആഗ്രഹിക്കുന്നുണ്ട്, ഫിനാൻഷ്യൽ കാര്യങ്ങളിൽ നമ്മൾ ആഗ്രഹിക്കുന്നുണ്ട്. ഞാനൊരു പാസ്റ്ററായിട്ട് എൻ്റെ സഭാപരമായ കാര്യങ്ങളിൽ, എൻ്റെ മിനിസ്ട്രിയിൽ ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷേ ഞാൻ നിനക്ക് സ്വസ്ഥത തരാം എന്ന വാക്ക് പണ്ടൊരു വാഗ്ദത്തമായിരുന്നെങ്കിൽ ഇന്നതൊരു വാഗ്ദത്തമല്ല. പകരം ബൈബിൾ നമ്മളോട് പറയുന്നു, യേശു നമ്മുടെ സമാധാനം. ആമേൻ. കഴിഞ്ഞ ദിവസം ഞാൻ ആ വിഷയം ഒന്ന് തൊട്ടതാണ്. യേശു നമ്മുടെ സമാധാനം, അവൻ നമ്മുടെ സമാധാനം, അവൻ ഇരുപക്ഷത്തെയും ഒന്നാക്കി. അതിൻ്റെ അർത്ഥം ഞാൻ ഇന്ന് അനുഭവിക്കുന്ന ദൈവത്തിൻ്റെ ആ ഒരു സമാധാനം എന്ന് പറയുന്നത് എനിക്കെവിടെയും സ്വസ്ഥതയും സമാധാനവും അനുഭവിക്കാനുള്ള റൈറ്റ് യേശുവിൻ്റെ മരണത്തിലൂടെ എനിക്ക് കിട്ടിക്കഴിഞ്ഞിരിക്കുകയാണ്. ഇപ്പോൾ എന്നെ വല്ലാതെ ഉലയ്ക്കുന്ന ഏത് വിഷയത്തിനകത്തേക്ക് ഞാൻ കയറുമ്പോഴും ഞാൻ ഡിമാൻഡ് ചെയ്യുകയാണ്, എനിക്കിതിനകത്ത് ഇത് വേണ്ട, എനിക്ക് ദൈവിക സമാധാനം മതി, എനിക്ക് കർത്താവ് തരുന്ന സ്വസ്ഥത മതി. ഞാനത് ഡിമാൻഡ് ചെയ്യുമ്പോൾ തന്നെ എൻ്റെ മേലത് വർക്ക് ചെയ്യാൻ തുടങ്ങുകയാണ്, അതെൻ്റെ മേൽ ഓപ്പൺ ആവുകയാണ്. കാരണം ദൈവത്തിൻ്റെ സമാധാനം ഇന്ന് കേവലം ഒരു ആശ്വാസത്തിൻ്റെ വാഗ്ദത്തമല്ല, പകരം അത് ഏത് തലപോകുന്ന പ്രശ്നത്തിൻ്റെ നടുവിലും സ്വസ്ഥമായി നമ്മളെ അമ്മയുടെ കൈകളിൽ, അപ്പൻ്റെ കൈകളിൽ എന്ന പോലെ ചേർത്ത് പിടിക്കുന്ന ഒരു അനുഗ്രഹമായി തന്നെ വെളിപ്പെടുകയാണ്. ഇത് അനുഭവിക്കേണ്ടതായ, അവകാശമാക്കേണ്ടതായ ഒരു ദൈവത്തിൻ്റെ മഹാദാനമാണ്. ആമേൻ. ഇന്ന് യേശു നമ്മുടെ കൂടെ ആയിരിക്കുന്നു. എൻ്റെ സാന്നിധ്യം നിന്നോട് കൂടെ പോരുമെന്ന് പറഞ്ഞു. ഞാൻ നിങ്ങളോട് പറഞ്ഞു, സാന്നിധ്യം ഇന്ന് നമ്മുടെ കൂടെയല്ല, നമ്മളിലാണ്. അതിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ചില ജീവിതചര്യകൾ കൊണ്ടോ നമ്മുടെ ചില ജീവിത രീതികൾ കൊണ്ടോ അല്ല ദൈവസാന്നിധ്യം നമ്മളിലായിരിക്കുന്നത്. പിന്നെ എന്തുകൊണ്ടാണ്? ദൈവം മനുഷ്യനായ നമ്മളുടെ നടുവിലേക്ക് ജീവിക്കാൻ വന്നതിലൂടെ ദൈവസാന്നിധ്യത്തെ യേശുവിടെ കൊണ്ടുവരുമായിരുന്നു. ഞാൻ ഈ പറയുന്ന എല്ലാവരും മനസ്സിലാക്കണം. യേശു മനുഷ്യനായി ഇവിടേക്ക് ജീവിക്കാൻ വന്നപ്പോൾ, പാപികളുടെ കൂട്ടത്തിൽ ദൈവം ജീവിക്കാൻ വന്നപ്പോൾ ദൈവത്തിൻ്റെ സാന്നിധ്യം ഇവിടെ കൂടാരമടിക്കുകയായിരുന്നു. പാപികളുടെ കൂടെ ജീവിക്കാൻ യേശുവിൻ്റെ സാന്നിധ്യം ഇറങ്ങി വരികയായിരുന്നു. സ്വർഗത്തിൻ്റെ സാന്നിധ്യം ഭൂമിയിൽ ചേക്കേറുകയായിരുന്നു. മനുഷ്യനായി തീർന്ന ദൈവത്തോടുകൂടെ ദൈവത്തിൻ്റെ സാന്നിധ്യം മനുഷ്യൻ്റേതായി തീരുകയായിരുന്നു. ആ വാക്കിനകത്ത് തെറ്റിദ്ധരിക്കാനുള്ള സാധ്യതയുള്ളതുകൊണ്ട് ഒന്നുകൂടെ ഞാൻ പറയാം. ദൈവം മനുഷ്യനായി തീർന്നപ്പോൾ ദൈവത്തിൻ്റെ സാന്നിധ്യം മനുഷ്യരോടുകൂടെ വിട്ടുമാറാത്തൊരു അനുഭവമായി തന്നെ മാറുകയായിരുന്നു. അതായത് ഇന്ന് എൻ്റെ നീതി പ്രവൃത്തികളോ എൻ്റെ നല്ല കാര്യങ്ങളോ എന്നിൽ ദൈവസാന്നിധ്യം നിലനിർത്തുന്നു എന്നതല്ല, എൻ്റെ പ്രവൃത്തിയുടെ പരിണിത ഫലമല്ല ഇന്ന് ഞാൻ അനുഭവിക്കുന്ന
ദൈവത്തിൻ്റെ സാന്നിധ്യത്തിൻ്റെ ആ ഒരു കൺസിസ്റ്റൻസി. പിന്നെ എന്താണ് എൻ്റെ മേൽ അത് നിലനിൽക്കുന്നതിൻ്റെ കാരണം? യേശുവിൻ്റെ ക്രൂശിലെ യാഗമാണ്, യേശുവിൻ്റെ കാൽവറിയിലെ വേദനകളും മരണവുമാണ്. ആമേൻ. അപ്പോൾ യേശുവിൻ്റെ മരണ പുനരുത്ഥാനത്താൽ ഏത് നിമിഷവും നീങ്ങിപ്പോകുന്നൊരവസ്ഥയിൽ നിന്നും എന്തിനാലും നീങ്ങിപ്പോകാത്തൊരനുഭവമായി ദൈവ സാന്നിധ്യത്തെ യേശുവിൻ്റെ മരണ പുനരുത്ഥാനങ്ങൾ നമ്മുടെ മേൽ ഉറപ്പിച്ചിരിക്കുന്നു. ആർക്കും മോഷ്ടിപ്പാൻ കഴിയാത്ത, ആർക്കും എടുത്തു കളയാൻ കഴിയാത്ത, ആർക്കും കുറച്ച് കളയാൻ വയ്യാത്ത, ആർക്കും ബന്ധിക്കാൻ വയ്യാത്ത വിധം ദൈവം നിങ്ങളുടെ മേൽ വന്നു കയറിയിരിക്കുന്നു. ദൈവ സാന്നിധ്യം നിങ്ങളുടെ മേൽ പ്രവർത്തിക്കുന്നു. ആമേൻ. ദൈവത്തിൻ്റെ സാന്നിധ്യം ഇന്ന് അതിൻ്റെ മുഴുവൻ സ്വസ്ഥതയും അതിൻ്റെ മുഴുവൻ അനുഗ്രഹവും അതൊരു പുതിയ കവനൻ്റായി നമ്മുടെ മേൽ വരികയാണ്. ഹല്ലേലൂയ. യേശുവിൻ്റെ സാന്നിധ്യം ഒരിക്കലും എന്നിൽ നിന്ന് മാറില്ല എന്നത് ദൈവത്തിൻ്റെ വചനം ഇന്ന് നമ്മൾക്ക് ഉറപ്പ് തരികയാണ്. ആമേൻ. ഹല്ലേലൂയ. ഇന്ന് മുതൽ ഞാൻ നിങ്ങൾക്കൊരു ഉറപ്പ് തരാം. നിങ്ങൾ പോകുന്ന സകല കാര്യങ്ങളിലും ദൈവത്തിൻ്റെ സാന്നിധ്യം നിങ്ങളുടെ മുമ്പിൽ വഴി തുറക്കുന്നത് നിങ്ങൾ കാണും. ദൈവം നിങ്ങൾക്ക് ഏത് വിഷയത്തിലും സ്വസ്ഥത നൽകുന്നത് നിങ്ങൾ അനുഭവിക്കും. ഇത് ധൈര്യപൂർവ്വം ക്ലെയിം ചെയ്യുക. ഞാൻ കർത്താവിൻ്റെ മകനാണ്, മകളാണ്. എനിക്ക് എൻ്റെ കാര്യത്തിൽ സമാധാനവും സ്വൈര്യതയും വേണം. യേശുവിൻ നാമത്തിൽ അതെൻ്റെ മേൽ വെളിപ്പെടട്ടെ. ഈ വിധത്തിൽ നമ്മളതിനെ ഡിമാൻഡ് ചെയ്യുന്ന ആ ടൈമിൽ തന്നെ നമ്മളുടെ മനസ്സിൻ്റെ മേൽ വ്യാപിക്കുന്ന നൂറുകണക്കിന് ആശങ്കകൾ മാറിയിട്ട് ആ ദൈവിക സമാധാനം നമ്മുടെ മേൽ ഡീപ്പായി വെളിപ്പെടും. ഞങ്ങളുടെ കർത്താവേ, ഞങ്ങൾ ഇന്ന് ആഗ്രഹിക്കുന്ന ഈ സമാധാന ബന്ധത്തെ, ആമേൻ, ഈ ഒരു സ്നേഹബന്ധത്തെ യേശുവിൻ്റെ നാമത്തിൽ ഒരിക്കൽ കൂടെ ഉറപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. യേശുവിൻ്റെ ക്രൂശ് മരണത്താൽ ഞങ്ങൾക്ക് ലഭ്യമായ വിട്ടുപോകാത്ത ദൈവസാന്നിധ്യത്തെ ആത്മാവിൽ ഏറ്റെടുത്തുകൊണ്ട്, ആത്മാവിൽ അതിന് നന്ദി പറഞ്ഞുകൊണ്ട് ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. ഇന്ന് നിരവധി കുടുംബങ്ങൾക്ക് ഈ വചനത്താൽ വിടുതലുണ്ടാകട്ടെ. അവർക്ക് ജയിപ്പാൻ കഴിയാത്ത നിരവധിയായിരിക്കുന്ന വല്ലാത്ത പ്രശ്നങ്ങളിൽ നിന്ന് യേശുവിൻ്റെ നാമത്താലുള്ള വിടുതൽ ഇപ്പോൾ ഇവർക്ക് സംഭവിക്കുമാറാകട്ടെ. ക്രിസ്തു യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. ദൈവപിതാവിൻ്റെ സ്നേഹം, യേശു കർത്താവിൻ്റെ കൃപ, പരിശുദ്ധാത്മാവിൻ്റെ കൂട്ടായ്മ നിങ്ങളുടെ കൂടെ തന്നെ ഉണ്ടായിരിക്കട്ടെ. ആമേൻ, ആമേൻ, ആമേൻ.